ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസിന് വഞ്ചൂർ പരിധിയിലുള്ള വിലക്ക് തുടരും. വിലക്ക് നീക്കണമെന്ന ബെയിലിന്റെ ഹർജി കോടതി തള്ളി. 2 മാസത്തേക്ക് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നായിരുന്നു ജാമ്യവ്യവസ്ഥ. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകാനുണ്ട്. ഷിജോ, ഈ ഹർജി തള്ളിക്കൊണ്ട് എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്? അജീന, ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി ബെയിലിൻ ദാസിന് ജാമ്യം കോടതി നൽകിയത് ഉപാധികളോടെയാണ്. 2 മാസത്തേക്ക് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള കർശന ഉപാധിയോടുകൂടിയാണ് പ്രതി ബെയിലിൻ ദാസിന് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയത്. ഇത് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബെയിലിൻ ദാസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. പക്ഷേ ഇത് നീക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. 2 മാസത്തേക്ക് വഞ്ചൂർ കോടതി പരിസരത്ത് അല്ലെങ്കിൽ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബെയിലിൻ ദാസ് കോടതിയെ സമീപിച്ചത്. ഇത് നീക്കം ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാട് കോടതി സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും 2 മാസത്തേക്ക് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച പ്രതി ബെയിലിൻ ദാസിന് വഞ്ചൂർ കോടതിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. കർശനമായിട്ടും ജാമ്യ ഉപാധികൾ പാലിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് കോടതി നിലവിൽ ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ജീന. ശരി ഷിജോ.